അവിടെ ഉള്ളിലേക്ക് കയറ്റി വെക്കും കേട്ടോ. അന്തരം ഓക്കെ. ഞാൻ ഇപ്പം അങ്ങോട്ട് വരുന്നുണ്ട് എന്തായാലും. അതാ വരികയാണ്. ഹലോ എടാ, ഞാൻ ഇവിടെ എത്തി. ബാപ്പജി ഇപ്പം അങ്ങോട്ട് വരും. നീ ആ സ്റ്റേജുകാരൊപ്പം തന്നെ നിൽക്കേ. ചുമ്മാ ക്യാമറ എടുത്ത് വ്ളോഗൊന്നും പറഞ്ഞാൽ അലമ്പാക്കരുത്. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ബാബുവേട്ടൻ എത്തിയിട്ടുണ്ട്. എത്തിയോ? പിന്നെ വാപ്പ നിന്നെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോവാ. ചായ കുടിച്ചോ? ചായ കുടിച്ചു. പിന്നെ ഫൈസൽ എന്ത്? ഹാളിലുണ്ട്. ഹാളിലുണ്ടോ? ഉണ്ട്, അവിടെ ഹാളുണ്ട്. കാണുന്നില്ലല്ലോ ഇവിടെ. ഇല്ല, ഇപ്പൊ വിളിച്ചായിരുന്നു. ചെല്ലട്ടെ ഞാൻ അങ്ങോട്ട്. ശരി. മൈസ് എന്തായി? ചായ കുടിച്ചായിരുന്നോ? ശരി. എടി എന്തോന്നടി ഇത്? ഇതൊരു ഒരുങ്ങി കഴിഞ്ഞില്ലേ? എങ്ങനെ? കല്യാണ പെണ്ണ റസിന സുന്ദരിയായോ? നീ അവളെക്കാളും കഷ്ടമാണല്ലോ. സേവ് ദ ഡേറ്റിനെ കാര്യമായിട്ട് ഒരുങ്ങാൻ പറ്റിയില്ല. അതിന്റെ കുറവാ ക്ലോസപ്പ് ഷോട്ടിൽ നന്നായിട്ട് കാണാനുണ്ട്. ബട്ട് ഇന്നും നാളെയും ക്യാമറയിലെ റസിന തിളങ്ങും. ക്യാമറയിൽ മൊത്തം തിളങ്ങാണ്ട് പുറത്തിറങ്ങി നീ ആളുകളുടെ മുന്നിൽ കൂടെ തിളങ്ങ്. നടക്കട്ടെ. അല്ല അവളെന്തിയേ? ഇപ്പൊ വരെന്നും പറഞ്ഞ് മോളോട്ട് പോയതാ. അവിടെ അമ്മായിമാരൊക്കെ കൂടി മൈലാഞ്ചി ഇടുന്നുണ്ട്. ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് നോക്കണ്ട. ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. നീ പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക്. അൻവർക്കാ ഇത്താത്തനോട് ഇങ്ങോട്ട് വരാൻ പറയട്ടാ. എടാ ബാബു, ബിരിയാണി അന്ന് റാഹിലയുടെ കല്യാണത്തിന് വെച്ചില്ലേ, അതുപോലെ വേണം. കാര്യം വന്ന് കുറച്ച് അലമ്പാർന്നേലും നിന്റെ ബിരിയാണി കൂടി വന്നപ്പോഴാണ് എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞത്. അത് പിന്നെ കലക്കാതിരിക്കാൻ പറ്റുമോ? എല്ലാം കലങ്ങിയിരിക്കല്ലായിരുന്നോ? പിന്നൊന്നും നോക്കിയില്ല, ഒരു എക്സ്ട്രാ സാധനം അങ്ങോട്ട് ഇട്ടു. എല്ലാരും ഹാപ്പി. പിന്നെ അത് നീ ആയോണ്ടും ഈ വീടായോണ്ടും നമ്മൾ ഒരുമിച്ച് പഠിച്ചോണ്ടും ഇത് മാത്രമല്ല ചെക്കനിന്റെ ആളായോണ്ട് മാത്രം. ബാബുജി അൻവർ എത്തിയോ? എളയപ്പ ഫ്രണ്ടിലുണ്ട്. ഹാളിലേക്ക് പോകുന്നില്ലേ? പോവാലോ. എടാ ബാബു, ഞാൻ എന്നാ ഹാളിലേക്ക് വിട്ടു വരാം. അസനാരും ഒന്ന് കാണണം. നാളത്തേക്കുള്ള ലിസ്റ്റ് എല്ലാം നീ അവന് കൊടുത്തല്ലോ അല്ലേ? ഒക്കെ അസനാരി ഏൽപ്പിച്ചിട്ടുണ്ട്. നീ എന്തെങ്കിലും ഇവിടെ എത്താനുണ്ടെങ്കിൽ അൻവറിനെ ഏൽപ്പിച്ചാ മതി. നീ ഇവനാണല്ലോ ഇവിടുത്തെ കാരണവര്. എന്താ അൻവറേ എന്നാ ഞാൻ പോയിട്ട് വരാം. ശരി ബാബു, ശരി എന്നാ. ശരി. മൊയ്തീനെ, തീ കത്തിക്കാൻ തന്നെ ഇങ്ങനെ എത്തിയേക്കണം. അറിയാലോ ബാബുവിനെ, കാരണം ഇല്ലാതെ ബാബു തീ കത്തിക്കത്തില്ല. അല്ലാണ്ട് ചുമ്മാ. അതെനിക്ക് അറിയാലോ ബാബു. ഞാൻ എത്തിയില്ലേലും അൻവർ ഉണ്ടല്ലോ, നീ അവനൊരു കാരണവരായി കണ്ട് തീ എത്തിക്ക്. എന്താ ബാബു, നിന്നെ ഇനി ഞാൻ വേറെ പരിചയപ്പെടുത്തണോ? നിങ്ങളല്ലേ ഇവന്റെ ആശാൻ. ഇവൻ എന്തോ ഒരു മാതിരി പിള്ളേരുടെ മാതിരി. സുഹറ, നീ എന്തെങ്കിലും കഴിച്ചോ? കിട്ടിയാലും ശരി. പോയിട്ടോ. എന്റെ കത്ത്. എന്താടാ? ഞാൻ വാപ്പച്ചിയോട് അപ്പോഴേ പറഞ്ഞതാണ് വേറെ വല്ല വേപ്പുകാരൻ വയ്ക്കാന്ന്. അപ്പൊ കൂടെ പഠിച്ച കൂട്ടുകാരാണുള്ള സെന്റിമെന്റ്സ് ഒക്കെ പറഞ്ഞ സമയത്ത് ബിരിയാണി ആകുമോ എനിക്ക് അറിഞ്ഞൂടാ. മോളെ, എനിക്കിവിടെ പണിയൊന്നുമില്ല, എല്ലാം ബാബു ചേട്ടനാ നോക്കുന്നത്. കണ്ട ഇവനൊക്കെ ആയിട്ടാണ് പണിക്ക് വന്നേക്കണത്. ഞാൻ വേറെ വല്ല വെപ്പുകാരെ നോക്കട്ടെ. ശരിയാവില്ല. ഈ കടല പിടിച്ചിട്ടാണ് ടീംസിനെ കൊണ്ടുവന്നത്. ഇത് നടപടിയാവില്ല. മോനെ അൻവറേ, നീ നിൽക്കുന്നിടത്തേക്ക് നീ എത്തിയത് ഈ ഞാൻ അല്ലല്ലോ. അവൻ നിൽക്കുന്നിടത്തുനിന്നാ. അത് മറക്കല്ലേ. നീ ആശാനെ കളിയാക്കല്ലേ. എടാ ബാബു, ഇവിടെ എല്ലാം എത്തിയില്ലടാ. എല്ലാം എത്തി. ഞാൻ നോക്കുമായിരുന്നു. നീ മുന്നിലേക്ക് പോയിക്കോ. ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. അതല്ലടാ, ഐശുവിന്റെ മേളുടെ കല്യാണത്തിന് നീ ഉണ്ടാക്കിയ ബിരിയാണി ഇല്ലേ, അതിന്റെ മേളില് വരണ ഇവിടുത്തെ ബിരിയാണി മലബാറിൽ നിന്ന് വരുന്നവര് പറയണം നിന്റെ ബിരിയാണി അടിപൊളിയാണെന്ന്. ഞാൻ നോക്കട്ടെ. നിനക്കറിയാമല്ലോ, ഐശുവിനെ ഞാൻ സ്കൂളിൽ വെച്ചില്ല അവ ചെയ്തതാണ്. ഇഷ്ടമാണ് ഞാൻ അവിടുത്തെ ബിരിയാണിക്കകത്ത് മിക്സ് ചെയ്തത്. ഇവിടെ ഇപ്പൊ അതിന് ഞാൻ നോക്കട്ടെ. നീ ചെല്ലേ. എന്നാ പിന്നെ അതിനൊരു കാരണം നിനക്ക് പടച്ചോൻ ഉണ്ടാക്കി തരട്ടെ. പടച്ചോനെ. എടാ, എന്നാ ഞാൻ മുന്നോട്ട് പോവാ. എന്റെ പെങ്ങടെ മോനുണ്ട് ഫൈസല്, അവനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം. എന്തെങ്കിലും എത്താനുണ്ട് അവനോട് പറഞ്ഞാൽ മതി.
അല്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ മതി. ശരി. എല്ലാം നമ്മുടെ ആൾക്കാരല്ലേ. മൊയ്തീനെ, തീ കൂട്ടാൻ നേരത്തേക്ക് ഇങ്ങ് എത്തിയേക്കണം. അറിയാലോ ബാബുനെ. എത്തിയേക്കാടാ, അത് പിന്നെ നീ പറഞ്ഞിട്ട് വേണം. എൻ്റെ ആ കത്തി. അൻവറേ, അൻവറേ, അൻവറേ. ആ എന്താടാ ഒരു മാസ് എൻട്രി? വല്ലപ്പോഴും പണിക്ക് വരുന്നവനെ ഇത്രയും ചാട വേണ്ട. ഛേ, ആ റീ എൻട്രിയുടെ പഞ്ച് അങ്ങോട്ട് കളഞ്ഞില്ലേ? റീ എൻട്രിയോ? എന്റെ കത്തി എവിടാ? ആ കത്തി എന്നാ എന്താടാ അരയിലൊക്കെ തിരികെ? എന്തേ? ഉണ്ടാമേന്റ് വേണ്ട, പാചകത്തിനാ വന്നത്. നിങ്ങൾ ഈ കടല പിടിച്ചിട്ട് കത്തിയോടെല്ലാം കൊണ്ട് കളയും, എന്നിട്ട് കാണാത്ത എനിക്ക് ചീത്ത. നീ ഒരു വട്ടം കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാസം ഡയലോഗ് അടിക്കാൻ വേണ്ടി ഞാൻ അരയെ തിരികെതാ. പോയാലും ഈ കലവറത്തിനെ കാണും. അപ്പൂപ്പിന്റെ കാലം തൊട്ടേ ഈ കലവറ കിടന്ന് കറങ്ങുന്ന സാധനമാ. കൊല്ലങ്ങളുടെ കഥ പറയാനുണ്ട് ഇതിന്. എനിക്കിത് കഴിഞ്ഞ വട്ടം കലവറയെന്നല്ല കിട്ടിയത്, ഐഷുമാൻ്റെ കയ്യിൽ നിന്നാ. നീ എന്താ കണ്ടേ? ഔ, രണ്ടാളും കൂടെ താളത്തിൽ കടൽ പിടിച്ചിട്ട് ഞാൻ കണ്ടു. അവസാനേ ഈ കത്തി ഐഷുമ്മ എൻ്റെ കയ്യിലാണ് തന്നത്. എടാ അത് പിന്നെ പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോഴേ മുത്തച്ഛൻ കാണാതെ ഈ കത്തിയും കടലയും സ്കൂളിൽ കൊണ്ടുപോകും. എന്നിട്ടിങ്ങനെ പൊട്ടിച്ച് അവൾക്ക് വായി വെച്ചു കൊടുക്കും. ഞങ്ങൾ അതിന്റെ ഓർമ്മ ഒന്നായി ഉറക്കിയതായിരുന്നു. എന്നിട്ട് അത് വലിയൊരു കഥയാ. അത് അടുത്ത കലവറ നിനക്ക് പറഞ്ഞുതരാം. അങ്ങോട്ട് മാറിക്കടാ. കലവറ നിക്കാഹ് 2. ഫ്ലാഷ് ബാക്കിന്ന് വാ. ഇപ്പൊ തന്നെ കഥ ഫ്ലാഷ് ബാക്കിലാ നിക്കുന്നത്. സാധനങ്ങളെല്ലാം എത്തിയോ? ബിരിയാണിക്കുള്ള അരി, കറിക്കുള്ള പോത്ത്, മറ്റ് പച്ചക്കറി. കച്ചമ്പറിന് അരിയാൻ കൊടുത്ത് സവാള ഇതൊന്നും എത്തിയിട്ടില്ല. പെണ്ണുങ്ങൾ അരിഞ്ഞു കാണും, പോയി എടുത്തിട്ട് വാ. എവിടെ ആകത്തോ? ആയിരിക്കും. മൊയ്തീൻ ഏതോ ചെറുക്കന്റെ കഥ പറഞ്ഞായിരുന്നു. ഏതോ ഫൈസലോ ഏതോ. പൈസല ഹായ് ഗായ്സ്, എന്റെ മൂത്താപ്പാടെ മകളുടെ കല്യാണ സ്പെഷ്യൽ വ്ലോഗിലെ അടുത്ത സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എവിടെയാണെന്നല്ലേ പറയാം, കലവറ. അതെ, കലവറയില്ലാതെ ഒരു നിക്കാഹും പൂർണ്ണാവുകയില്ല. കലവറയാണ് ഒരു നിക്കാഹിന്റെ മെയിൻ. കലവറ നിക്കാഹ്, കലവറ നിക്കാഹ്. ഗുഡ്. ഈ എപ്പിസോഡിന് കലവറ നിക്കാഹ് എന്ന് പേരിടാം. അപ്പൊ ഗായ്സ്, കലവറ നിക്കാഹ് എന്ന ഈ എപ്പിസോഡിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് മൊയ്തീനിക്ക നമ്മളെ കലവറയിൽ സഹായിക്കാനായിട്ടൊരു പയ്യനെ വിടാന്ന് പറഞ്ഞിരുന്നു. ഇതാണ് ആ ഫൈസൽ. കച്ചമ്പർ അരിയാൻ കൊണ്ടുപോയ പച്ചമുളകും സവാളയും എവിടെയാണ് നിക്കാക്കി ഒന്ന് കാണിച്ചു കൊടുക്കടാ. എപ്പിസോഡ് 2 മിഷൻ കച്ചമ്പർ. ഇത്താത്തമാരും താത്താമാരും കച്ചമ്പറിനുള്ള സവാളയും പച്ചമുളകും അരിയുന്നു. ലൊക്കേഷൻ മുകളിലത്തെ അവസാനത്തെ മുറി. കമാൺ ഫോളോ മീ. ഗായ്സ്, നമ്മുടെ കല്യാണ പരിപാടിയൊക്കെ നല്ല ഭംഗിയായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. കച്ചമ്പറിയാനുള്ള സാധനം എടുക്കാൻ എപ്പിസോഡ് 2 ലൊക്കേഷനിലേക്ക് നമ്മൾ വീണ്ടും പോവുകയാണ്. നമ്മുടെ കൂടെ എന്താണ് പടി പേര്? അൻവർ. ഫൈസൽ അല്ലേ? അതങ്ങനെ മനസ്സിലായി? ഫൈസൽ വ്ളോഗ്സിനെ അറിയാത്ത ആരെങ്കിലും നാട്ടിലുണ്ടോ? ആകെ 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ള എന്നെ അറിയാവുന്ന ആൾക്കാരും. ഗായ്സ്, ഇന്ന് കലവറയിൽ ബാബു ചേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ട് വന്നിരിക്കുന്നത് മറ്റാരുമല്ല, എന്റെ ഒരു ഹാർഡ് കോർ ഫാൻ ആണ്. ഫൈസൽ വ്ളോഗിന്റെ എല്ലാ വീഡിയോസും ഡെയിലി 2 തവണ കാണാറുണ്ടെന്നാണ് പറഞ്ഞത്. മാത്രവുമല്ല, മറ്റൊരു കലവറയിൽ പണി ഉണ്ടായിട്ടും എന്നെ കാണാൻ വേണ്ടി, എനിക്ക് വേണ്ടി ഈ കലവറയിലേക്ക് പണി ഷിഫ്റ്റ് ചെയ്ത് വന്ന ആളാണ്. സോ താങ്ക് യു അൻവർക്ക, താങ്ക് യു. വയറിലാൻ വേണ്ടിയിട്ടാണ്, സഹകരിക്കണം. സഹകരിക്കാം, പക്ഷെ നിന്റെ ഈ സാധനം, നമ്മൾ എടുക്കാൻ പോണ സാധനം എടുത്തു തന്നെ ഓഫ് ചെയ്ത് വയ്ക്കണം. ഇല്ലേ നിന്റെ വീഡിയോക്ക് ഞാൻ കമന്റ് ഇടും. നെഗറ്റീവ് പബ്ലിസിറ്റി ഒരു നല്ല മാർക്കറ്റിംഗ് ആണ്. അല്ലെങ്കിൽ വേണ്ട. അതെ, സെക്കൻഡ് എപ്പിസോഡ് ഷൂട്ട് ചെയ്തേ, ഒരു പുതുമയില്ല. മുകളിലേക്ക് പോവാം. അല്ല, എന്താ ഇനി പരിപാടികൾ? പരിപാടി ഇനി ഇതുകൊണ്ട് കൊടുത്തിട്ട് വേണം കച്ചമ്പർ ഉണ്ടാക്കാൻ. അത് കഴിഞ്ഞിട്ട് നെച്ചോറുണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് ബീഫ് ഉണ്ടാക്കും. അതല്ല ചോദിച്ചത്, പഠിത്തമൊക്കെ. എഞ്ചിനീയറിംഗ് കഴിഞ്ഞടാ. പിന്നെ എല്ലാവരും ചിലരുടെ പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ. അല്ല, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? എന്താണ് ഭാവി പരിപാടികൾ? അല്ല, എന്താണ് കലവറയില്? കലവറ നേരത്തെ പോയായിരുന്നടാ, പിന്നെ ഇപ്പൊ ഒരു എമർജൻസി വന്നോണ്ട്. എന്താ എമർജൻസി? നിന്റെ ഭാവി പരിപാടി എന്താ? എന്ത് ചോദ്യമാണ് ഫാൻ. ഫൈസി വ്ളോഗ് 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആക്കണം അടുത്ത വർഷത്തിനുള്ളിൽ. പിന്നെ ഗിവ് അവേസ്, ഫാൻസ് മീറ്റിംഗ്, വിമർശകരെ, ഫാൻസ് വെട്ടിക്കിളികളെ കൊണ്ട് ആക്രമിപ്പിക്കൽ, അങ്ങനെയൊക്കെ. ഫാത്തിമ, സവാള ഇവിടെ വെച്ചിരിക്കുന്നു. അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഫൈസലേ. ആണോ? അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടെന്ന്. അപ്പം ഞാനെന്നാ അങ്ങോട്ട് പോവാ, ലീവ് ചെയ്യുക. അപ്പൊ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ DM ചെയ്താൽ മതി. ഞാൻ എവിടെയെങ്കിലും കാണും എന്റെ ക്യാമറ ആയിട്ട്. ഓക്കെ. ഒന്ന് നിന്നേ. അല്ല, നേരത്തെ എന്തോ എമർജൻസി ആയിട്ട് വന്നതാണെന്ന് പറഞ്ഞല്ലോ, അത് പറഞ്ഞില്ലല്ലോ. അതിനൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും.
മനസ്സിലാവുമായിരിക്കും. അപ്പൊ ഗൈസ് എന്റെ ഫാൻ സവാളയും പച്ചവളയും എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ആ മിഷൻ നിലാവിൻ ചുണ്ടുള്ള പഞ്ചാര തട്ടക്കാരി കിനാവിൻ നിസബുള്ള വാർമേഘത്തെല്ലാണ് നീ ഇശലിൻ കാറ്റു വീശും നേരങ്ങളിൽ ഒന്നായി പോരാമോ നീ ഈ സന്ധ്യാമേഘം പൊഴിയും നാളേറെന്നാൽ ഒരു മാറി നിറമേകയോ തേടുന്നോ ഈ ഞാനേ ഇരുശരാവിൻ തെളിഞ്ഞ മാനേ ഈ നേരായി കൺകൊണ്ട് മജനു ലൈല കഥ പറഞ്ഞ നീയാ കിലുങ്ങി 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 കമല് കിലുങ്ങി മുജുള 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 പെണ്ണാളേ കമല് 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 കമലും കിലുങ്ങി മുജുള 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 പെണ്ണാളേ മൈലാഞ്ചി കൊലുസും നിസരിക പാട്ട് പൂർണ്ണരാവിൽ ഒരു താളം മാറി 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 മാറിയോ കിന്നാരം ചൊല്ലിടാതെ കൽവിലേക്ക് വന്നു പൂർണ്ണതാരവേഗി മാറ്റി തന്നുവോ നിലാവിൻ ചുണ്ടുള്ള പഞ്ചാര തട്ടക്കാരി കിനാവിൻ നിസബുള്ള വാർമേഘത്തെല്ലാണ് നീ ഇശലിൻ കാറ്റ് വീശും നേരങ്ങളിൽ ഒന്നായി പോരാമോ നീ ഈ സന്ധ്യാമേഘം പൊഴിയും നാളേറെന്നാൽ ഒരു മാറി നിറമേകയോ തേടുന്നോ ഈ ഞാനേ ഇരുശരാവിൻ തെളിഞ്ഞ മാനേ ഈ നേരായി കൺകൊണ്ട് മജനു ലൈല കഥ പറഞ്ഞ നീയാ കിലുങ്ങി 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 കമല് കിലുങ്ങി മുജുള 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 പെണ്ണാളേ കമല് 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 കമലും കിലുങ്ങി മുജുള 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 പെണ്ണാളേ മൈലാഞ്ചി കൊലുസും നിസരിക പാട്ടിൻ പൂർണ്ണരാവിൽ ഒരു താളം മാറി 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 മാറിയോ കിന്നാരം ചൊല്ലിടാതെ കൽവിലേക്ക് വന്നറിഞ്ഞിടാവിൽ പൂർണ്ണതാരവേഗി മാറ്റി തന്നുവോ കിലുങ്ങി 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 കമല് കിലുങ്ങി മുജുള 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 പെണ്ണാളേ കമല് 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 കിലുങ്ങി മുജുള 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 പെണ്ണാളേ കമല് 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 മുജുള 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 കമല് 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 മുജുള 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 കിലുങ്ങി 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 കമല് കിലുങ്ങി മുജുള 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 പെണ്ണാളേ കമല് 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 കമലും കിലുങ്ങി മുജുള 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 പെണ്ണാളേ എടി അത് വേണോ? ഞാൻ അപ്പോഴത്തെ ആവേശത്തിൽ പറഞ്ഞു
എന്നാലും എടി ശരിയാവത്തില്ല, വേണ്ട. എടാ പേടിക്കണ്ട, പോക്കോ. എടി ഇത് ഓൾ ദി ബെസ്റ്റ്. ഹലോ രാഹില, നമ്മൾ പേടിച്ചറിയുന്നില്ലല്ലോ, പിന്നെ ഇനിയിപ്പോ എന്താ പ്രശ്നം? ഏട്ടാ, ഇത് വല്ലതും നടക്കുമോ? എനിക്ക് ടെൻഷൻ ഇട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ പൊന്ന് രാഹില, നാളത്തെ കാര്യം ഞാൻ ഏറ്റു. റിസ്ക് അല്ലേ, ഒന്ന് പറ. ഇത് വർക്കൗട്ട് ആവോ? ടെൻഷനാടാ എനിക്ക് പുല്ലേ. എടി ഞാൻ പറയണ കേക്ക്. നാളെ ഈ അൻവർ നിന്റെ വീട്ടിലോട്ട് വരും, നിന്റെ കല്യാണം മുടക്കും, അത്രേ ഉള്ളൂ. അത് രാഹില, നീ പോയി കിടന്നുറങ്ങ. ശേഷം ഭാഗം നിന്റെ വീട്ടിൽ. മൊയ്തീന്റെ വെപ്പുകാരനേതാ? ഐശ്വര്യന്റെ മോളുടെ കല്യാണത്തിന് വെച്ചില്ലേ? കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. കെട്ടിക്കൊണ്ട് പോകാനുള്ള ആള് വരാറായി. ഫൈസല് ഹാളിലുണ്ട്. അവനിപ്പോ എന്താ അതെ, ബാബുചേട്ടൻ വന്നിട്ടുണ്ട്. ഏ? ബാബു എത്തിയോ? എന്നാ ഞാൻ ബാബുവിന്റെ അടുത്തേക്ക് പോയിട്ട് വരാം. മണവാട്ടി ചെക്കനി വെയിറ്റ് ചെയ്ത് നിൽക്കുകയല്ലേ? അല്ല, ഏതാ ഈ ബാബു? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ആ പേര്. പടച്ചോനെ, ബാബുനെ നീ അറിയില്ലേ? ഇല്ല. വടിയെടുത്ത് രണ്ട് നിനക്ക് തരണം. ഇത്താത്ത ഇനിയിപ്പൊ കാണാനൊന്നും പറ്റത്തില്ല. വേണമെങ്കിൽ ഇപ്പൊ ചിരിച്ചോട്ടാ. അല്ലെങ്കിൽ താത്ത ഇനിയിപ്പം ഇങ്ങോട്ട് നീ വരില്ല. അറിയില്ല. അത്രയ്ക്ക് ടേസ്റ്റ് ആണ് ബാബുവിന്റെ ബിരിയാണി. നീ എന്താ മോഹൻ ചിരിക്കില്ലേ നീ? ഇല്ലെങ്കിൽ ബിരിയാണി തരില്ല കേട്ടാ. നീ എന്തെങ്കിലും ഒന്ന് പറയണം. ബാബു ഉണ്ടാക്കിയ ബിരിയാണിയാണത്. എന്നെ ഇനി എന്നോട് മിണ്ടാൻ പറഞ്ഞ ബാബു. ദേ അതാ വരുന്നതാ ബാബു. കിലുങ്ങി 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 കമ്മല് കിലുങ്ങി മുഞ്ചുള്ള 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 പെണ്ണാളെ കമ്മല് 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 കമ്മലും കിലുങ്ങി ആ മുഞ്ചുള്ള 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 പെണ്ണാളെ പാട്ട് പൂർണ്ണരാവിലോ താളം മാറി 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 മാറിയോ കിന്നാരം ചൊല്ലിടാതെ കൽവിലേക്ക് വന്നൂരാവേദി മാറ്റി തന്നുവോ. ആ അപ്പുറത്താ മുറി ആരുമില്ല. വേഗം അങ്ങോട്ട് പോകൂ. All the best. എടി, ഈ കല്യാണം മുടക്കാൻ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയേ കാണുന്നുള്ളൂ. നിന്റെ പുയ്യാപ്പിളേക്ക് കൊടുക്കാൻ വെച്ചിരിക്കണ പൊന്നും പണമില്ലേ, അതങ്ങോട്ട് പൊക്കാം. അങ്ങനെ ഒരു ആലോചനയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. കരിയും കൊണ്ടുവന്നോണ്ട് ഏറ്റുപോയതാ. സ്വർണം മാത്രം കണ്ടുകൊണ്ടാണ് ആ കള്ളപ്പന്നി കെട്ടാൻ വന്നതെന്ന് അപ്പോഴല്ലേ മനസ്സിലായത്. കൊറേ കച്ചറ ഉണ്ടായെങ്കിൽ എന്താ? ഇപ്പൊ ആലോചിക്കുമ്പോ അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന സന്തോഷം ഇവിടെ ഉണ്ടാവൂലായിരുന്നു. ബാബുജി, ബാബുജി, ബാബുചേട്ടൻ വിളിക്കുന്നുണ്ട്, തീ കത്തിക്കാൻ ഓ, സമയം. ബാബു ഓർപ്പിച്ചതാ. എന്നാ ഞാൻ കൂടെ പോയിട്ട് വരാട്ടോ. ആ, ഇതാണ് കേട്ടോ അൻവർ, എന്റെ മൂത്ത കുട്ടിയുടെ കെട്ടിയവൻ. അൻവർ, മൊയ്തീനൊക്കെ നിങ്ങളുടെ കല്യാണ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുന്നു. തീർന്നിട്ടില്ല, കെട്ടിയ കഥ പറയാൻ ബാക്കി കിടക്കുക. ഞാൻ അവിടെ പോയിട്ട് വരാം. ബാബു അവിടെ തീ പിടിപ്പിക്കാൻ റെഡി ആയിട്ടിരിക്കുവായിരിക്കും. വരാട്ടോ. എന്നിട്ട് രാഹില എവിടെ? ആ, അവള് ഇവിടെ മേളിലുണ്ട്. രാഹില, അതെ, മൈലാഞ്ചി മറക്കണ്ട കേട്ടോ.
വേഗം വന്നേ. ആ ശരി, ഞാൻ ചെല്ലട്ടെന്നാ. ഇവിടെ അവരുടെ ചിരിയിൽ പടയെത്തി. എങ്ങനെയുണ്ട്? അതെങ്ങനെ ശരിയാവും? എന്തേ? ഇവനല്ലേ ആ സ്വർണ്ണം അടിച്ചുകൊണ്ടുപോയത്, പിന്നെ ഇവൻ തന്നെ എങ്ങനെ ഇവിടെ കെട്ടിയത്? ആ, എനിക്കറിയായിരുന്നു ഈ ചോദ്യം വരുമെന്ന്. ഇതേ ഒരു ഷോർട്ട് ഫിലിമാണ്, ആകെ 20 മിനിറ്റേ ഉള്ളൂ. അതിനിടയ്ക്ക് ഇവരെങ്ങനെയകത്ത് കെട്ടിയെന്ന് പറയാനുള്ള ടൈമില്ല. ഓ, അപ്പൊ സെക്കൻഡ് പാർട്ട് വേണ്ടി വരും. ആ, അത് വരും. അതിൽ ഇവരെങ്ങനെ കെട്ടിയെന്ന് പറയുന്നുണ്ട്. ആഹാ. മാത്രമല്ല ബാബുച്ചേട്ടന്റെ ഐശുമാടേയും പ്രണയത്തിന്റെ കഥ, അതാണ് ഈ സെക്കൻഡ് പാർട്ടിലെ മെയിൻ. ഓ, അത് പൊളിക്കും. അങ്ങനെയാണ് മൊത്തത്തിൽ ഒരു പടാക്കിയാലോ? മോണിറ്റേഷനകത്തൊരു ചാനലും ഉണ്ട്, ഞാനും ഉണ്ട്. ഇതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആലോചിച്ചോണ്ടിരിക്കുവാ ഞാൻ. നീ ബാക്കി കഥ കേക്ക്. എന്നിട്ട് അവൻ സ്വർണ്ണം അടിച്ചോണ്ട്